ഇതേപോലെ തന്നെയാണ് പല സ്ഥലത്ത് എന്നാലും നമ്മൾ ഈ ഹുർമത്ത് മറന്നു പോകാറുണ്ട്. 25-ാം രാവിന് സുൽത്താനുൽ ഉലമ AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ മർക്കസിൽ ദുആ നടക്കാറുണ്ട്. റമളാനിൽ നമ്മളൊക്കെ അവിടെ പോകും. ഉസ്താദ് ദുആരക്കുന്നത് കണ്ടാൽ അവിടുത്തെ 2 കവിൾത്തടത്തിലൂടെയും വെള്ളം ഇങ്ങനെ ചാലിട്ടൊഴുകുന്നത് കാണും. എന്നെ പോലത്തെ പോലെ അപ്പം എന്താ ചെയ്യാറ്, ഞങ്ങൾ നമ്മളെ മൊബൈൽ ഉണ്ടാവും നമ്മളെ കയ്യിലെപ്പോഴും, അത് ഓണാക്കിയിട്ട് അതിങ്ങനെ പിടിക്കും. എന്നിട്ട് എൻ്റെ നാട്ടിലെ ഗ്രൂപ്പിലും പെണ്ണുങ്ങൾക്കൊക്കെ ഓരോ കോപ്പി കൊടുക്കും. എൻ്റെ ആത്മീയത അവിടെ കഴിയും. ഞാൻ അതിലെന്താകുന്നില്ല, ലയിച്ച് ചേരുന്നില്ല. ഇതൊക്കെ ഫോട്ടോ എടുക്കലാണ് ആത്മീയത എന്ന് കരുതി അതിങ്ങനെ ഗ്രൂപ്പിൽ വിട്ടാൽ റാഹത്തായി. ഞാൻ മർക്കസിൽ പോയി ദുആ പങ്കെടുത്തു, അതിൻ്റെ തെളിവായല്ലോ നാട്ടുകാർക്കൊക്കെ. ഇതുകൊണ്ട് എന്താ കാര്യം ഉണ്ടായ? നമ്മൾ ആ സമയത്ത് അത്തരം ചിന്തകളിലേക്ക് പോകാതെ മനസ്സുകൊണ്ടതിൽ ലയിച്ചു ചേരാൻ കഴിയണം. ഇന്ന് മക്കയിൽ ചെന്നാൽ പോലും തവാഫ് ചെയ്യുന്ന നേരത്തും മിക്ക ആളുകളും ഇതുപോലെ ക്യാമറയോ മൊബൈലോ പിടിച്ചുകൊണ്ടാണ്. പടച്ചവന്റെ വീടിന് ചുറ്റും ഒന്നുമില്ലാത്തവനെ പോലെ ആകെ ഒരു തുണി ഉടുക്കാനും ഒരു തുണി പുതക്കാനും ഇത് മാത്രം ധരിച്ചുകൊണ്ട് ആ വീടിന് ചുറ്റും ഇങ്ങനെ അലഞ്ഞു തിരിയാണ്. എന്തായിരിക്കണം അവന്റെ മാനസികാവസ്ഥ? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ഈ ഫക്കീറിനെ കൊള്ള ഉണ്ടാകട്ടെ എന്ന് മാത്രം ചിന്തിക്കേണ്ട സമയമാണ്. അവിടെ പോലും ലൈവ് ഇടുക. അമീർമാർ വരെ ലൈവില. ഇതാ ഞങ്ങൾ 2-ാം റൗണ്ട് കഴിഞ്ഞ് 3-ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ആര്? മുത്തവഫീങ്ങളായ അമീർമാർ. എവിടെ നമുക്ക് ആത്മീയത ഉണ്ടായ? അപ്പൊ അദബാണ് ആത്മീയത എന്ന് പറയുന്നത്. നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇതുപോലെ തന്നെയാണ് പവിത്രമായ ഖുർആനിന്റെ സൂക്തങ്ങൾ. അതിൻ്റെ ആദാബ് പാലിക്കൽ അള്ളാഹിനോടുള്ള ആദബ് പാലിക്കലാണ്. പല ആളുകളുടെയും മൊബൈലിലേക്ക് ഒരു കോള് വന്നാൽ എന്തായിരിക്കും അവിടുന്ന് റിംഗ് ടൂണായിട്ട് കേൾക്കുക? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, അള്ളാഹുവിൻ്റെ നാമവിശുദ്ധിയെ കാക്കണേന്ന്. ഈ വെക്കുന്ന ആൾക്കാരെന്താ വിചാരിക്കുക? ഖുർആനല്ലേ നല്ലത്, നല്ല ഇതല്ലേ, നമ്മളാ നന്മ ഉദ്ദേശിച്ചാ വെക്കണ്. പക്ഷെ അവിടെ ഒരു ഹുർമത്ത് കേടുണ്ട്, അദബ് കേടുണ്ട്. ഒന്ന്, പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് അല്ലാഹു തആല അവതരിപ്പിച്ചത് നിങ്ങളിൽ ഒരാൾക്ക് വിളിക്കാനുള്ള ഒരൊച്ചപ്പാടിന് വേണ്ടി ഉപയോഗിക്കാനല്ല. അതിൻ്റെ കമ്പനി തന്ന ഓരോ ഒച്ചപ്പാടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് വലിയ ബഹളമില്ലാത്തൊന്ന് വെച്ചോളി. അത് തന്നെ ഒരു അദബ് കേടാ. നമ്മളൊരാൾക്ക് വിളിക്കാനുള്ള ഒരു ശബ്ദത്തിന് ഖുർആന്റെ ഒരു ആയത്ത് ഉപയോഗിക്കണം. രണ്ടാമത്, ഈ ആയത്ത് കേട്ടാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഫോൺ എടുക്കൂലേ? ഫോൺ എടുത്താൽ ആയത്ത് സ്റ്റോപ്പ് ആവും. ആ ആയത്ത് കട്ടാവുന്ന ചിലപ്പോൾ എവിടെ ആയിരിക്കാം? അർത്ഥം പൂർത്തിയാവാത്തോടത്ത്, അല്ലെ തെറ്റായ അർത്ഥം തോന്നിപ്പിക്കുന്നിടത്തൊക്കെ ആയിരിക്കും. അത് മറ്റൊരു അദബുകാണ്. മൂന്നാമത്തെ ഒരു പ്രശ്നം, ഈ റിംഗ് ടൂണുമായിട്ട് നമ്മൾ മൊബൈലുമായിട്ട് മൂത്രപ്പരയെ കയറി ഇങ്ങനെ നിന്നതാ. അപ്പൊ അതാ വരുന്ന സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. അപ്പോഴും ആയത്ത തന്നെയാണ് അള്ളാഹിന്റെ നാമവിശുദ്ധി സൂക്ഷിച്ചോളേന്ന. അപ്പൊ ഇത് 1000 ഡേയ്സ് എടുത്തിട്ടും കിട്ടണില്ല. അങ്ങനെ ഒന്നായിട്ട് വെപ്രാളായി മൂത്രമേത്തായി ആകെ വിഷമാകാണ്. അപ്പൊ ഇതിനൊന്നും നിൽക്കണ്ട. അവിടെയൊക്കെ നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു ശബ്ദം വെക്കുക. ഖുർആന്റെ ഇതൊക്കെ എവിടെ ഉണ്ടാവാം? മൊബൈലിൽ ഉണ്ടാവാം, നമുക്ക് കേൾക്കാം. അത് നല്ല ഹെൽത്ത് എടുത്ത് കേൾക്കാലോ. റിംഗ് ടൂണായി അത് ഉപയോഗിക്കാതിരിക്കലാണ് അദബ്. അതുപോലെ തന്നെ മൗലായ സ്വല്ലി വസല്ലി ഒന്നും അവിടെ വേണ്ട. റസൂലുള്ളാഹിന്റെ മദ്ഹ്, ഇതൊന്നും റിംഗ് ടൂണായി ഉപയോഗിക്കുന്നത് പലപ്പോഴും അതിൻ്റെ ഹുർമത്ത് മാനിക്കാൻ നമുക്ക് സാധിക്കാത്ത സാഹചര്യം വരും. ഇതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ സൃഷ്ടികളെ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും അദബ് പാലിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. കാരണം അള്ളാഹു ഏറ്റവും ആദരിച്ച വ്യക്തി, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആദരിക്കപ്പെട്ട ആളാരാ? അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ള ആളാ. ഏറ്റവും തഖ്വയുള്ള ആളാരാ? സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ നബിതങ്ങൾ തന്നെ പറഞ്ഞു, അന അത്ഖാക്കും ലില്ലാഹ് വ അഖ്ശാക്കും ലില്ലാഹ്, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹനെ ഭയക്കുന്നവൻ, തഖ്വ ചെയ്യുന്നവൻ ഞാനാണ്. അതിനേ സാധ്യതയുള്ളൂ. കാരണം നമ്മളൊക്കെ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടാണ്. എന്നാൽ ആ അള്ളാഹുവിനെ നേരിൽ കാണുകയും അള്ളാഹുമായി നേരിട്ട് സംവദിക്കുകയും സ്വർഗവും നരകവും ഒക്കെ പോയി കണ്ടുവരികയും ചെയ്ത ഒരാളെ ഈമാനും തഖ്വയും നമുക്കുണ്ടാവില്ലല്ലോ.
ആ നബിതങ്ങളാണ് ഏറ്റവും ആദരണീയൻ. അതുകൊണ്ട് നമ്മൾ അള്ളാഹു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്രഷ്ടാവ്, സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും അധികം നമ്മൾ അദബ് പാലിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. എത്രത്തോളമാണ് അള്ളാഹു ആ കാര്യം നമ്മൾ ഉണർത്തിയത്. സൂറത്തുൽ ഹുജറാത്ത് എന്നൊരു അധ്യായത്തിന്റെ തുടക്കം മുതൽ ഏകദേശം അതിൻ്റെ നടുഭാഗം വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സമുദായം കാണിക്കേണ്ട മര്യാദകളെ വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞ ചില സംഗതി കേട്ടാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. അതിൻ്റെ ഗൗരവം അറിയിക്കാനാണ്. നിങ്ങൾ നബിതങ്ങളെ ചീത്ത വിളിക്കരുതെന്നോ നബിതങ്ങളെ മാതാപിതാക്കളൊക്കെ നരകത്തിലാന്ന് പ്രസ്താവന നടത്തരുതെന്നോ ഒന്നുമല്ല. അതൊക്കെ ഗൗരവമുള്ള സംഗതികളാണ്. ചെറിയൊരു കാര്യം അല്ലാഹു പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളോട് നിങ്ങൾ സംസാരിക്കുമ്പോഴേ നബിതങ്ങൾ ഒരൊച്ചയിൽ ഇങ്ങനെ സംസാരിക്കണം. അതിനേക്കാൾ നിങ്ങളെ ശബ്ദം പൊങ്ങിപ്പോകരുത്. ഒന്ന്. രണ്ട്, വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കണമൊന്നുമില്ല, പക്ഷേ നബിതങ്ങളെ സാന്നിധ്യത്തിൽ നിങ്ങൾ സാധാരണക്കാരൊക്കെ വർത്താനം പറയുന്ന രീതിയിലുള്ള ശബ്ദം എടുത്ത് നിങ്ങൾ അവിടുന്ന് സംസാരിക്കരുത്. ഇത് രണ്ടും സംഭവിച്ചാൽ നിസ്സാരമായ രണ്ട് കാര്യങ്ങളാണ്. പക്ഷേ അന്തഹബത അമാലുക്കും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയില്ല. അതുവരെ നിങ്ങൾ ചെയ്ത എന്തൊക്കെ അമലുകളുണ്ടോ അതൊക്കെ ബാത്തിലായി പോകും. നബിതങ്ങളോട് അപമര്യാദയായി പെരുമാറിയാൽ. അതിൻ്റെ ഉദാഹരണം പറഞ്ഞത് ശബ്ദം ഒന്ന് പൊങ്ങിപ്പോവുക എന്ന് പറഞ്ഞ സംഗതിയാണ്. ഇത്ര ഗൗരവമുള്ള, അത്രമാത്രം നബിതങ്ങൾ ആദരിക്കണം എന്നതിന് ഈ ഒരൊറ്റ ഉദാഹരണം മാത്രം മതി, കൂടുതൽ വേണ്ട. ഞങ്ങളൊരിക്കൽ ഹജ്ജിന് പോയപ്പോൾ ചീഫ് അമീറായി മഹാനായ മർഹൂം അലിക്കുഞ്ഞി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനായിരുന്നു കാസർഗോഡ് ഷിറിയ സ്വദേശിയായ അലിക്കുഞ്ഞി ഉസ്താദ്. ബഹുമാനപ്പെട്ടവരാണ് ചീഫ് അമീർ. ഞങ്ങളൊക്കെ ഇങ്ങനെ മദീനയിലെത്തി റൗള ഷെരീഫൊക്കെ സന്ദർശിച്ച് റൂമിൽ വന്നിങ്ങനെ ഇരിക്കുമ്പം ഓരോരുത്തരിങ്ങനെ പങ്കുവെച്ചു. ഞാൻ അത്തായ സമയത്ത് തന്നെ അവിടെ കയറി സുബഹിൻ്റെ ജമാഅത്തും കഴിഞ്ഞ് ളുഹയും നിസ്കരിച്ചാണ് അവിടുന്ന് ഇറങ്ങിയെന്ന് ഒരാൾ പറഞ്ഞു. വേറൊരാൾ അയാൾക്ക് കിട്ടിയ അവസരങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അലിക്കുഞ്ഞുസ്താദ് പറയാൻ, നമ്മൾ വന്ന അന്ന് ഒന്നവിടെ ചവിട്ടി പിന്നെ അങ്ങോട്ട് പോന്ന, പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല, ഞാൻ വിട്ടുന്ന് ദ്വാരക്കലാണ്, ഒന്നും ഉണ്ടായിട്ടല്ല. അള്ളാഹ് പറഞ്ഞേണല്ലോ അന്തഹബത്ത അമാലുക്കും അന്തും ലാ തശ്ഉറൂ, നിങ്ങളറിയാതെ നിങ്ങളെ അമല് പൊളിഞ്ഞു പോകും. അപ്പൊ എന്തെങ്കിലും അപമര്യാദ അള്ളാന്റെ ഹബീബിന്റെ റൗളയിൽ ചെന്ന് എന്നിൽ നിന്ന് സംഭവിച്ചു പോകുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടെടുക്കാത്തത്. ഇതാണ് ആത്മീയത. നമ്മൾ ഈ കബറിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കലോ അവിടെ ഇങ്ങനെ ഉരുണ്ട് മറിയലോ അല്ല ആത്മീയത. ചിലർക്ക് മണ്ടി ചെന്ന് കയറിയിട്ട് കാണാം കബറോട് മുത്തിയിട്ട് വാരി പുണർന്ന് അതവിടെ മിണുങ്ങണ്. അദബ് എന്ന് പറഞ്ഞാൽ ദൂരെ നിന്നിട്ടാ, അത് വാരിപ്പണലും മൊത്തലും ഒന്നല്ല. എന്നാൽ ഈ അദബൊക്കെ ഉള്ള ആളുകൾക്ക് അങ്ങനെ ആവുകയും ചെയ്യാന്ന് പറയേണ്ട ഇമാമിങ്ങൾ. അവർ ജീവിതകാലത്ത് എങ്ങനെയാണോ അതനുസരിച്ചാണ് ആ അടുപ്പൊക്കെ ഉണ്ടാകുക. ജീവിതകാലത്തോലൊക്കെ അടുത്ത് പെരുമാറുന്നവരും കണ്ണോടത്ത് കൈ പിടിക്കുന്നൊക്കെ ആളാണോ? അങ്ങനത്തെ ഒരാളാണ് അയാൾക്ക് അടുക്കുക. അല്ല, ജീവിതകാലത്ത് അങ്ങനെ കണ്ടിട്ടില്ല, അടുക്കാൻ ധൈര്യമില്ല, അങ്ങനത്തെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഓലെ കബറിൻ്റെ അടുത്ത് നിന്നിട്ട് അങ്ങനെ തൊടാൻ പാടില്ല. ഹുർമത്ത് പാലിക്കണം, അദബ് മാനിക്കണം. അവിടെയാണ് ആത്മീയത ഉണ്ടാകുക. അതേപോലെ തന്നെ മഹാന്മാര് പറയുന്നുണ്ട്, ഓരോ സന്ദർഭത്തിനും അദബുണ്ടായിരിക്കണം, അത് നമ്മൾ പാലിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ മസ്ജിദുൻ നബവിയിൽ ഇമാമത്ത് നിൽക്കുന്ന ആളും കൂടിയാണല്ലോ. ഒരു ദിവസം മദീനയുടെ ഗ്രാമപ്രദേശത്ത് ഒരു വിഷയം പഞ്ചായത്ത് പറയാൻ വേണ്ടി നബിതങ്ങൾ പോയി. ജമാഅത്തിന്റെ സമയം ആയി, നബിതങ്ങൾ എത്തിയിട്ടില്ല. ജമാഅത്തിന്റെ സമയമാകുമ്പോൾ നമുക്കറിയാലോ, മൗമൂമിങ്ങൾ ഇങ്ങനെ നോക്കും, മുഅദ്ദിന്റെ മുഖത്തേക്കും നോക്കും, ക്ലോക്കും നോക്കും. ഒരു മിനിറ്റാണ് കഴിഞ്ഞാൽ എന്താ കൊടുക്കാത്തതെന്നാ, പിന്നെ അങ്ങനെ മുഖം ചുവക്കും അല്ലേ. ടൈമായ കാമത്തൊടുത്തില്ലെങ്കിൽ നമുക്ക് വലിയ വേദാണ്. മദീനത്തെ പള്ളിയിലാണെങ്കിൽ പീടിയ പൂട്ടി വന്നവരുണ്ട്, തോട്ടത്തുനിന്ന് വന്നവരുണ്ട്, ഇതൊക്കെ ജമാഅത്തിന്റെ ഇഞ്ഞും പണിക്കൊണ്ടോലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതായപ്പം ആൾക്കാരിങ്ങനെ ചർച്ച തുടങ്ങി. ഉമർ ഖത്താബ് തങ്ങളുമായി കൂടിയാലോചിച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാം നിസ്കാരം തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ മിഹ്റാബിലേക്ക് കയറി നിന്നപ്പോഴേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അപ്പൊ സ്വഹാബത്ത് സിഗ്നൽ കൊടുത്തു.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ നിന്ന് പിന്നോട്ട് മാറുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാറണ്ട, അവിടെ നിന്ന് നിസ്കരിച്ചോളിയാ. സിദ്ദീഖ് തങ്ങൾ അതിന് കൂട്ടാക്കിയില്ല, മാറി. അപ്പൊ നബിതങ്ങൾ തന്നെ ഇമാമത്ത് നിന്ന് നിസ്കാരം പൂർത്തീകരിച്ചു. നബിതങ്ങളുടെ കൽപ്പന ആര് പാലിച്ചില്ല? സിദ്ദീഖ് തങ്ങൾ പാലിച്ചില്ല. അപ്പൊ നിസ്കാര ശേഷം നബിതങ്ങൾ ചോദിച്ചു, അല്ല അബൂബക്കർ, നിങ്ങൾ എന്തേ, ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് നിസ്കരിക്കാൻ, എന്താ നിസ്കരിക്കാഞ്ഞെന്ന് വെച്ചു. നബിതങ്ങൾ കൽപ്പിച്ച അത് സ്വീകരിക്കൽ വുജൂബാണ്, അതതിന്റെ ഹുക്മ് നിർബന്ധാണ്. അപ്പൊ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത് എന്താ? ഖുഹാഫയുടെ മകനായ അബൂബക്കർ അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ മാത്രം വളർന്നിട്ടില്ല നബിയേ. ഇത് അദബിന്റെ ഭാഗമാണ്. അത് ആ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നേരത്തെ നിൽക്കാൻ പറഞ്ഞാൽ സിദ്ദീഖ് തങ്ങൾ നിൽക്കും. ഇത് നബിയുടെ അഭാവത്തിൽ നിന്ന് പോയതാണല്ലോ. അപ്പൊ ഇന്ന് മനസ്സിലാക്കാം ഈ കൽപ്പന എന്തിനാണ്? ഇത് അങ്ങനത്തെ കൽപ്പനല്ല, അത് അദബ്. അപ്പം വയ്യോട്ട് വരില്ല. അതേ സമയത്ത് നബിതങ്ങൾക്ക് സുഖമില്ലാത്ത ഘട്ടത്തിൽ പിന്നെ ഇമാമത്ത് കാമറപ്പാര് നിന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്നിട്ടുണ്ടല്ലോ. അപ്പൊ സന്ദർഭം നോക്കിയിട്ടാണ് അദബ്. ചിലപ്പോൾ ഉസ്താദ്മാർ നിൽക്കുന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കേണ്ടി വരും. എന്താ? അവർക്ക് സുഖമില്ലാത്തോണ്ടോ ക്ഷീണമായിട്ടോ അവിടെ ഞാൻ ബഹുമാനിച്ച് ആ സുഖമില്ലാത്ത ഉസ്താദിനെ തന്നെ പിടിച്ചിരുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സന്ദർഭം നോക്കി ചെയ്യണം. ഈ ഹദീസ് ഇമാം ബുഖാരി സ്വഹീൽ ഉദ്ധരിച്ചതാണ്.